നിത്യസ്നേഹത്തിൻ്റെയും ജീവപ്രത്യാശയുടെയും ഉറവിടമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ആത്മീയ വളർച്ചയ്ക്കും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുമുള്ള അവസരമായി നമുക്കിതിനെ കാണാം. അല്പസമയത്തെ ചിന്തയ്ക്കായി 119 സങ്കീർത്തനം 105 വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആകുന്നു. പ്രകാശമുള്ളവരായി തീരുക എന്ന വിഷയത്തെക്കുറിച്ച് 2 ചെറിയ ചിന്തകൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, പ്രകാശം നമുക്ക് വഴി കാണിക്കും. വചനമാകുന്ന ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി തീരണം. അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ കണ്ടെത്തുവാൻ സഹായിക്കും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സ്ത്രീയുടെ കയ്യിൽ 10 ദ്രഹ്മയുണ്ടായിരുന്നു. അതിലൊന്ന് കാണാതെ പോവുകയും തുടർന്ന് അവൾ വിളക്ക് കത്തിച്ച് അത് കണ്ടെത്തും വരെ അന്വേഷിക്കുകയും ചെയ്യുന്നു. അത് കണ്ടു കിട്ടുമ്പോൾ അവളുടെ ജീവിതത്തിലുണ്ടായ സന്തോഷം അത് മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യുന്നു. ഇതാണ് നോമ്പ് കാലത്തിൽ നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം, സമർപ്പണബോധം, ജീവിതത്തിലെ ഉത്സാഹത്തിൻ്റെ കുറവ് എന്നിവയാണ്. അതോ കുടുംബം, സമൂഹം, സഭ എന്നിവിടവുമായി ബന്ധപ്പെട്ട മൂല്യബോധങ്ങളോ? രണ്ടാമതായി, പ്രകാശം മറഞ്ഞിരിക്കുന്നവയെ വെളിപ്പെടുത്തും. നമ്മുടെ കാഴ്ചയിൽ വരുന്നതെല്ലാം നാം ശരിയായി കാണണമെന്നില്ല. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 2 കാശിട്ട ഒരു വിധവയെ യേശു കണ്ടു. അവൾ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഒരുപക്ഷെ അവിടെ കാണാനായി വളരെയധികം കാര്യങ്ങളുണ്ടായിരുന്നു. മനോഹരമായ ദൈവാലയം, അലങ്കാരപ്പണികൾ, ജനക്കൂട്ടം തുടങ്ങിയവ. പക്ഷേ യേശു കണ്ടത് ആ വിധവയായിരുന്നു. ഇത്തരത്തിൽ തളർന്ന, തകർന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട പലരും നമ്മുടെ ചുറ്റുപാടുമില്ലേ? നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ബോധപൂർവം വിട്ടുകളഞ്ഞ നിസ്സഹായരായവരുടെ പുഞ്ചിരികൾ. ഈ വെളിച്ചം ഇത്തരത്തിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ചിലരെ കണ്ടെത്താൻ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നാം ഒരുങ്ങിയിരിക്കുമ്പോൾ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. ആമേൻ.